LDF യോഗം വൈകിട്ട് നടക്കും 4 മണിക്ക് AKG സെന്ററിലാണ് യോഗം. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷമുള്ള ആദ്യ യോഗമാണിത്. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനുള്ള സാഹചര്യം മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിക്കും. D. ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, എന്തൊക്കെയായിരിക്കും LDF യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ടകൾ? അതായത് നിലവിൽ ഇപ്പോൾ CPI-CPM ബന്ധം വളരെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിലും നേരത്തെ ഉണ്ടായ പ്രശ്നങ്ങൾ, PM ശ്രീ പദ്ധതിയുമായി നിലനിന്നിരുന്ന സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ എല്ലാം തന്നെ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ LDF യോഗത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ച നടന്നപ്പോഴും ഒരു LDF യോഗം വിളിച്ചു ചേർത്ത് എല്ലാം വിശദീകരിക്കാമെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും മന്ത്രിസഭയും ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇടതുമുന്നണി യോഗം ചേരണമെന്നായിരുന്നു അന്നത്തെ തീരുമാനം. അതനുസരിച്ചാണ് ഘടകകക്ഷികളുടെ സമയം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞായറാഴ്ചത്തേക്ക് മാറ്റിയത്. വൈകിട്ട് 4 മണിക്കാണ് ഇന്ന് ഈ യോഗം ചേരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും PM ശ്രീ പദ്ധതിയും അതിൽ ഉടമ്പടിയിൽ ഒപ്പിടാൻ ഉണ്ടായ സാഹചര്യം, പിന്മാറാൻ ഇടയായ സാഹചര്യം, ഇവയൊക്കെ തന്നെ മുഖ്യമന്ത്രി വിശദീകരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഉടമ്പടി പിന്മാറിയെങ്കിൽ തന്നെയും കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും മേൽക്കൈയുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് ഏത് തരത്തിലാണ് ഇനി മുന്നണി ഒറ്റക്കെട്ടായി നീങ്ങേണ്ടത്, അതല്ല ഈ വിദ്യാഭ്യാസ പദ്ധതികളിൽ ഏതെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ, അതായത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ കരിക്കുലമായി വരാൻ അല്ലെങ്കിൽ ഉൾപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് യോഗത്തിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വലിയ തരത്തിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുള്ളത് ഈ PM ശ്രീ പദ്ധതിയിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ആ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പല പ്രാവശ്യമായി ഈ CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് വിശാലമായ ഒരു ചർച്ച ഉണ്ടാകും. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊട്ടു പിന്നാലെ SIR-മായി ബന്ധപ്പെട്ടും ചർച്ചകളുണ്ടാവും. കാരണം SIR-ൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ് ഇടതുമുന്നണിക്കുണ്ട്. പ്രത്യേകിച്ച് ധൃതി പിടിച്ച് ഇത്തരത്തിൽ ഒരു SIR നടപ്പിലാക്കുന്നത് പല ആളുകളെയും പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ട് എന്ന് തന്നെയാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളും പറയുന്നത്. ഈ 2 കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത ഇടതുമുന്നണി യോഗത്തിലായിരിക്കും. അത് പാർട്ടികൾ തമ്മിൽ ചർച്ച ചെയ്ത് അതിൽ ധാരണയായതിനു ശേഷമായിരിക്കും ഇടതുമുന്നണിയിലേക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാകുക. അതും വലിയ താമസമില്ലാതെ അതിനും ഒരു ഇടതുമുന്നണി യോഗം വിളിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നിലവിൽ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിലനിന്നിരുന്ന പ്രതിസന്ധികളും CPI-യുമായി ഉണ്ടായ ചെറിയ തരത്തിലുള്ള ആശയ തർക്കങ്ങളും ഒക്കെയാണ്. ആ വിഷയങ്ങൾ പരിഹരിച്ചത് സാഹചര്യവും ഒപ്പം മന്ത്രിസഭാ ഉപസമിതിക്ക് രൂപം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ വ്യക്തമായി സംസാരിക്കും. അതിനുശേഷം മന്ത്രിസഭാ ഉപസമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് ഇടതുമുന്നണി അംഗീകരിക്കുകയാണെങ്കിൽ അത് കൃത്യമായും കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കും. കാരണം നിലവിലെ സാഹചര്യത്തിൽ 2 പ്രാവശ്യം മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്ന് ഈ സംബന്ധിച്ച ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. പാഠ്യപദ്ധതി അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് വിദ്യാഭ്യാസ ഉപസമിതി. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് വീണ്ടും ഇടതുമുന്നണി യോഗത്തിൽ അവർ പറയും. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും പ്രധാന ചർച്ചാ വിഷയം PM ശ്രീ പദ്ധതിയും SIR-ഉം തന്നെയായിരിക്കും ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ. ശരി, വിവരങ്ങൾ നൽകിയത് D. ബിനോയ് ആണ്.